വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷററായിരുന്ന NM വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തുവെന്ന് KPCC നേതൃത്വം ഇപ്പോൾ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മരുമകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നതൊക്കെ കണ്ടതാണ്. കമൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു. കമൽ, വലിയ വിവാദമായ വിഷയമാണ് അല്ലേ? പലതവണ ചർച്ചകൾ നടക്കുന്നു. കുടുംബം പലതവണ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് മരുമകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നതൊക്കെ കണ്ടത്. ഇതിപ്പോൾ എന്നാണ് KPCC ബാധ്യത തീർത്തത്? മറ്റു പ്രശ്നങ്ങൾ എല്ലാം അവസാനിപ്പിച്ചുവെന്നാണ്. ദിവിഷ്, കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ബത്തേരി അർബൻ ബാങ്കിലെ കുടിശ്ശിക തീർത്ത് ആ വീടിൻ്റെ ആധാരം എടുത്തു നൽകുക എന്നുള്ളതായിരുന്നു. അതാണിപ്പോൾ KPCC പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 69 ലക്ഷത്തോളം രൂപ ആ ബാങ്കിൽ മാത്രം അടയ്ക്കാനുണ്ടായിരുന്നു. അത് പുതുക്കി പലിശയൊക്കെ കൂട്ടിയാണ് അത്രയും തുകയായത്. NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട വാങ്ങിയ കോഴപ്പണം തിരികെ നൽകാൻ, അത് തൻ്റെ മാത്രം ബാധ്യതയായി പാർട്ടി കൈയൊഴിഞ്ഞു. അങ്ങനെ ആ പണം തിരികെ നൽകാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ബാധ്യത ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇത് പാർട്ടി വീട്ടാൻ തീരുമാനിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ സണ്ണി ജോസഫ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഈ ബാധ്യത പാർട്ടി തീർക്കും, അത് പാർട്ടിയുടെ ധാർമ്മികമായ ബാധ്യതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കുടുംബം പറഞ്ഞത്, കുടുംബത്തിന് നൽകിയ വാക്കെന്ന് പറയുന്നത് 25 ലക്ഷം രൂപ പണമായി നൽകും, അതോടൊപ്പം ഈ ബാധ്യത, ഈ ബാങ്കിലെ ബാധ്യത തീർക്കുമെന്നുള്ളതായിരുന്നു. പണത്തിൽ 25-ൽ 20 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ബാങ്ക് ഈ ആധാരം എടുത്തു നൽകിയില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അത് ഉന്നയിച്ചാണ് മരുമകൾ പത്മജ ആത്മഹത്യാ ശ്രമം അടക്കം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ആ കുടിശ്ശിക തീർത്തിരിക്കുന്നു. ഇനി സാങ്കേതികമായ കാര്യങ്ങൾ തീർത്ത് ആധാരം തിരികെ നൽകാനേ ഉള്ളൂ. ഞാൻ അല്പസമയം മുമ്പ് ഈ ബാങ്കിന്റെ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അത് സ്ഥിരീകരിച്ചു. KPCCയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ്. ബാങ്കിലെ കുടിശ്ശിക അടക്കം 69 ലക്ഷവും വീട്ടുകാർക്ക് നേരിട്ട് പണമായി നൽകി 20 ലക്ഷം അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 90 ലക്ഷം രൂപയോളം പാർട്ടി ആ കുടുംബത്തിന്റെ കാര്യത്തിനായി ചെലവഴിച്ചു. അതുമാത്രമല്ല ദിവിഷ്, അന്ന് ചില KPCC ഭാരവാഹികൾ മറ്റെന്തോ ഒരു കടം കൂടി, മറ്റേതൊരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ ഒരു കടം ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ അടച്ചതായി പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് അത്ര കൃത്യമായി കുടുംബാംഗങ്ങൾ അത് സ്ഥിരീകരിച്ചതായി അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു തുകയുടെ കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ 20 ലക്ഷം ക്യാഷായി കൊടുത്തത് കുടുംബം സമ്മതിച്ചതാണ്. അതിലൊരു 5 ലക്ഷമായി ഇനി ബാക്കിയുള്ളൂ. ഈ ബാങ്കിലെ ബാധ്യത എന്തായാലും ഇപ്പോൾ തീർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇനി മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ വാക്ക് പാലിക്കും, ഈ ആധാരം പണയം വെച്ച ആ വായ്പ അടച്ചു തീർത്ത് ആധാരം എടുത്തു നൽകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റ് വയനാട്ടിൽ യോഗത്തിന് ശേഷം, DCC യോഗത്തിന് ശേഷം പറഞ്ഞത്. അത് മിനിഞ്ഞാന്നാണ്. ഇന്നിപ്പോൾ അത് തീർത്തു എന്നുള്ള വിവരം വന്നിരിക്കുന്നു. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്.